എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 77ഉം 78ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഗോപനോട് വേണ്ടതൊക്കെ ചെയ്യാം, ഗോപലോകത്തിനെയും പശുക്കളെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ടതൊക്കെ ചെയ്യാം എന്ന് വാക്കുകൊടുത്തു ഭഗവാൻ എന്നാണ്. അതിനുശേഷം എന്താണ് ഉണ്ടായത് എന്ന് വർണ്ണിക്കുകയാണ്. 77ാമത്തെ ശ്ലോകം നമുക്ക് ആദ്യം നോക്കാം. തമിത്യുദീര്യ പ്രതിപന്നഹർഷം വിസൃജ്യ ഗോപം പുരുഷഃ പുരാണ ഭൂയോപികാസ്തത്ര വനേഷു ഗച്ഛൻ ആലോക്യ സംഘർഷണമാബഭാഷേ. ആദ്യം പദച്ഛേദം നോക്കാം. തം ഇതി ഉദീര്യ പ്രതിപന്നഹർഷം വിസൃജ്യ ഗോപം പുരുഷഃ പുരാണ ഭൂയ അപി ഗാഃ തത്ര വനേഷു ഗച്ഛൻ ആലോക്യ സംഘർഷണം ആബഭാഷേ. ഭഗവാൻ എന്താണ് ചെയ്തതെന്നാണെങ്കിൽ പുരാണ പുരുഷ, പുരാതനനായ ആ പുരുഷൻ, അതായത് പരബ്രഹ്മസ്വരൂപിയായിട്ട് എന്ന് മുതലാണോ ഭഗവാൻ ഇവിടെ ഉള്ളത് എന്നുള്ളത് കണക്കാക്കിയിട്ടില്ല, എന്ന് വരെയാണോ ഉള്ളത് എന്നുള്ളതും കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് ഭഗവാനെ പുരാണ പുരുഷൻ, പുരാതനനായ പുരുഷൻ, പുരാതന പുരുഷൻ എന്നൊക്കെ പറയാറുണ്ട്. ആ പുരാണ പുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? തം പ്രതിപന്നഹർഷം ഗോപം ഇതി ഉദീര്യ വിസൃജ്യ. തം പ്രതിപന്നഹർഷം ഗോപം, ആ ഗോപനെ, ആ ഗോപാലകനെ, പശുവിനെ നോക്കാൻ, പശുക്കളെയൊക്കെ നോക്കി അവിടെ നടക്കുന്ന അല്പം പ്രായമുള്ള ഒരാളാണ്. ആ ഗോപാലനെ പ്രതിപന്നഹർഷം, അദ്ദേഹം എങ്ങനെയുള്ളവനായിരുന്നു? പ്രതിപന്നഹർഷ, അതായത് അത്രയും നേരം ഭഗവാനോട് പറയണത് വരെ ആവലാതിയായിരുന്നു, വലിയ ദുഃഖമൊക്കെ ആയിരുന്നു. ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോഴേക്കും സന്തോഷം വന്ന ആ ഗോപാലകനെ, അതാണ് പ്രതിപന്നഹർഷം, സന്തോഷം വന്നു ചേർന്നവനായ, പ്രാപ്താനന്ദം തം ഗോപം ഇതി ഉദീര്യ വിസൃജ്യ, ഇപ്രകാരം പറഞ്ഞയച്ചിട്ട് ഞാനെല്ലാം നോക്കിക്കോളാം, ഭഗവാൻ വെറുതെ ഇരിക്കില്ലല്ലോ, ആ ശാർഗപാണിയായിട്ടുള്ള ഭഗവാൻ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കി തരുമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ ഗോപാലന് വളരെയധികം സന്തോഷമായി. അങ്ങനെ പ്രായമായിട്ടുള്ള ആളും കൂടിയാണല്ലോ, അദ്ദേഹം സന്തോഷത്തോടു കൂടിയിട്ട് പോയി. അതാണ് അദ്ദേഹത്തിനെ വിസൃജ്യ, പറഞ്ഞയച്ചിട്ട്. ഭഗവാൻ എന്താണ് ചെയ്തത്? ഭൂയ അപി, വീണ്ടും, തത്ര വനേഷു ഗച്ഛൻ ഗാഃ ആലോക്യ, തത്ര വനേഷു ഗച്ഛൻ, തത്ര അവിടെയുള്ളതായ ആ വൃന്ദാവനത്തിൽ, അതായത് പശുക്കളെ മേയ്ക്കാൻ പോണത്, അതോടൊപ്പം തന്നെ കാളിന്തിയിലേക്കുള്ള വഴിയുടെ മധ്യത്തിൽ വെച്ചിട്ടാണല്ലോ ആ പ്രായമുള്ള ഗോപനെ കണ്ടത്. അതിനുശേഷം കാടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയിട്ട്, അതാണ് തത്ര വനേഷു ഗച്ഛൻ, കാടിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് പോയിട്ട് ഗാഹ ആലോക്യ, ഗാഹ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ എന്നാണ് അർത്ഥം. ഒരു നാനാർത്ഥക പദമാണ് ഗൗ എന്നുള്ളത്. ഗൗഹു എന്നുള്ളതിന് പശു എന്നർത്ഥമുണ്ട്, കിരണങ്ങൾ എന്നർത്ഥമുണ്ട്, വാക്ക് എന്നർത്ഥമുണ്ട്, സ്വർഗം എന്നർത്ഥമുണ്ട്. ഇതൊക്കെ പ്രസിദ്ധങ്ങളായിട്ടുള്ള അർത്ഥങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിൽ ദിക്ക് എന്നും അർത്ഥം വരുന്നുണ്ട് എന്ന് അമരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ദിക്കുകളൊക്കെ നോക്കിയിട്ട്, അതാണ് ഗാഹ ആലോക്യ, കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് കാട്ടിലെ പല പല പ്രദേശങ്ങളും ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് സംഘർഷണം ആബഭാഷേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ സംഘർഷണനോട്, സംഘർഷണൻ എന്ന് പറഞ്ഞാൽ ബലരാമനാണ്, ബലരാമനോട് പറഞ്ഞു. ആബഭാഷേ, ഇങ്ങനെ പറഞ്ഞു. അതായത് ഗോപൻ പറഞ്ഞ രീതിയിലുള്ള ദുരിതങ്ങളൊക്കെ നിറഞ്ഞ ഭാഗം ഏതാണ്, എവിടെയാണ് കാളിന്തി, കാളിന്തിയിൽ എവിടെയാണ് പാമ്പുള്ളത്, ഇതൊക്കെയായിരിക്കും ഭഗവാൻ ദിക്കുകളൊക്കെ പോയി നോക്കി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്വയം ഒരു ബോധ്യം വന്നിട്ട് ബലരാമനോട് ഇപ്രകാരം പറയാണ്. കാടൊക്കെ നോക്കി കണ്ടിട്ട് ബലരാമനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് 77ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഭഗവാൻ എന്താണ് ബലരാമനോട് പറഞ്ഞത് എന്നുള്ളത് 78ാമത്തെ ശ്ലോകത്തിലാണ് വർണ്ണിക്കുന്നത്. ശ്ലോകം നോക്കൂ. ദേശസ്സയേവായമഹേർനിവാസോ നിവേദിതോ യഃ പുരുഷേണ തേന ശുഷ്കദ്രുമാ ഭൂരിയമുത്ഥിതോഷ്മാ യദൃശ്യതേ ശൂന്യജനപ്രചാര. ആദ്യം പദച്ഛേദം നോക്കാം. ദേശ സ ഏവ അയം അഹേഹ നിവാസ നിവേദിത യഃ
പുരുഷേണ തേന ശുഷ്കദ്രുമാ ഭൂഃ ഇയം ഉത്ഥിതോഷ്മാ യദൃശ്യത്തെ ശൂന്യജനപ്രചാര. ബലരാമനോട് നോക്കിയിട്ട്, ബലരാമൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം കണ്ടിട്ട് ഭഗവാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, അഹേഹ് നിവാസ. അഹേഹ് എന്ന് പറഞ്ഞാൽ അഹി എന്ന് പറഞ്ഞാൽ പാമ്പ്, അഹേഹ് എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ഷഷ്ഠി, അതായത് കാളിയൻ്റെ നിവാസസ്ഥാനമായിട്ടുള്ള ദേശ അയം, ദേശമാണ് ഇത്. കാളിയൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്ന് തോന്നുന്നു എന്ന് പറയാണ്. അതാണ് അഹേ നിവാസ അയം ദേശ ഏവ. ഈ സ്ഥലം തന്നെയാണ് കാളിയൻ്റെ നിവാസസ്ഥാനം എന്ന് തോന്നുന്നു. സ ദേശോയം എന്ന് പറയണം. അതായത് ആ കാണപ്പെടുന്ന ദേശം കാളിയൻ്റെ നിവാസസ്ഥാനമാണ് എന്ന് തോന്നുന്നുണ്ട്. അതാരാണ് പറഞ്ഞത്? തേന പുരുഷേണ നിവേദിത. പ്രദേശ, യാതൊരു പ്രദേശത്തെ പറ്റിയിട്ടാണോ നമ്മൾ വഴിയിൽ കണ്ട ആ വൃദ്ധൻ, ആ പുരുഷൻ നമുക്ക് പറഞ്ഞു തന്നത്, ആ പ്രദേശം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് എനിക്ക് തോന്നുകയാണ്. അതാണ് എന്നുള്ളത് യാതൊരു പ്രദേശം, ആ പ്രദേശത്തിൻ്റെ വിശേഷണമാണ് ദേശ. നമ്മുടെ മുമ്പിൽ കാണുന്നതായ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ പ്രദേശമുണ്ടല്ലോ, അത് തന്നെയാണ് കാളിയൻ വസിക്കുന്ന സ്ഥലം എന്ന് ആ പുരുഷൻ, അതായത് ആ വഴിയിൽ വെച്ച് കണ്ട ഗോപൻ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളത് 3-ാമത്തെയും 4-ാമത്തെയും വരിയിൽ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നാണെങ്കിൽ, ഇയം ഭൂഹു, ഈ കാണുന്നതായ, നമ്മുടെ മുമ്പിൽ കാണുന്നതായിട്ടുള്ള ഈ പ്രദേശമുണ്ടല്ലോ, ഇയം ഭൂഹു ശുഷ്കദ്രുമാ ഉത്ഥിതോഷ്മാ ശൂന്യജനപ്രചാര യദൃശ്യത്തെ. ഇയം ഭൂഹു ശുഷ്കദ്രുമാ, ദ്രുമങ്ങൾ എന്ന് പറഞ്ഞാൽ മരങ്ങൾ, ശുഷ്കദ്രുമാ എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നതായി. ഈ പ്രദേശത്ത് ഒറ്റ മരം പോലും പച്ചപ്പുള്ളതായിട്ട് കാണാനില്ല, എല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്നു, ഇലകളും തണ്ടുമൊക്കെ ഉണങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്ഥിതോഷ്മാ, ഉത്ഥിതമായ ഊഷ്മാവോട് കൂടിയിട്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും ചൂട് വളരെയധികം കൂടിയിട്ടുണ്ട്. മുമ്പ് എവിടെയാണോ നിന്നിരുന്നത്, അല്ലെങ്കിൽ കാട് തുടങ്ങുന്ന സ്ഥലത്ത് ഇത്രയ്ക്ക് ചൂടുണ്ടായിരുന്നില്ല, ഇവിടെ ചൂട് കൂടുതലാണ്. ഒന്നാമത് വേനൽക്കാലമാണ് എന്നുള്ളതിൻ്റെ ചൂടുണ്ട്, അതോടൊപ്പം തന്നെ കാളിയൻ്റെ ഗരളത്തിൻ്റെ വിഷത്തിൻ്റെ ചൂടും അനുഭവവേദ്യമാവുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശം തന്നെയാണ് കാളിയൻ താമസിക്കുന്നത് എന്ന് തോന്നുന്നു. അതാണ് ഉത്ഥിതോഷ്മ. മാത്രമല്ല ശൂന്യജനപ്രചാര, ജനാനാം പ്രചാര, ജനപ്രചാര, ജനങ്ങളുടെ സഞ്ചാരം, പ്രചാരം എന്നുള്ളതിന് സഞ്ചാരം എന്നർത്ഥം, ജനങ്ങളുടെ സഞ്ചാരം ഇല്ലാത്തത്, ശൂന്യജനപ്രചാര, ശൂന്യോ ജനാനാം പ്രചാരോ യസ്യാം, ജനങ്ങളുടെ പ്രചാരം അല്പം പോലും ഇല്ലാത്തതായിട്ടുള്ള ഈ ഭൂമി. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുകയാണ് ശൂന്യജനപ്രചാര യദൃശ്യത്തെ എന്നുള്ളതിന് യസ്യാം ദൃശ്യത്തെ, യാതൊരു പ്രദേശം ഇങ്ങനെയൊക്കെ കാണപ്പെടുന്നു. അവിടെ മരങ്ങളൊക്കെ ഉണങ്ങിയാണ് നിൽക്കുന്നത്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ചൂട്, സ്വാഭാവികമായിട്ടൊരു ചൂടുണ്ട് വേനൽക്കാലത്തിൻ്റെ, അതിനേക്കാൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ആൾക്കാരുമില്ല, മനുഷ്യരെന്ന് മാത്രമല്ല ജീവികളൊന്നും ഈ പരിസരത്തൊന്നും വരുന്നുമില്ല. മറ്റൊരു അർത്ഥം കൂടി പറയാം, ഉത്ഥിതോഷ്മ, ചൂട് വർദ്ധിച്ചത് എന്നും അർത്ഥമുണ്ട്. ജനങ്ങളുടെ ഊഷ്മാവ് വർദ്ധിച്ചത് കൊണ്ട് ഈ പ്രദേശം തന്നെയാണ് എന്നുള്ള അർത്ഥത്തിലേക്കും വേണമെങ്കിൽ കൊണ്ടുപോവാം. അങ്ങനെ ഒരു അന്വയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി വർദ്ധിച്ച ചൂടുള്ളത് കൊണ്ട് ജനങ്ങൾ അവിടേക്ക് വരണില്ല, അത് ഈ പ്രദേശത്തിൻ്റെ ചൂട് കൊണ്ടുമാവാം, മനസ്സിൻ്റെ ചൂടുമാകാം. രണ്ടും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. അതാണ് ഉത്ഥിതോഷ്മ ശൂന്യജനപ്രചാര യദൃശ്യത. അങ്ങനെ ഒരു സ്ഥലമായിട്ട് ഇത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഗോപൻ പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണ്, ഇവിടെ തന്നെയാണ് കാളിയൻ താമസിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട് എന്ന് ബലരാമനോട് ശ്രീകൃഷ്ണൻ പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തമിത്യുദീര്യ പ്രതിപന്നഹർഷം വിസൃജ്യ ഗോപം പുരുഷഃ പുരാണ ഭൂയോപി ഗാസ്തത്ര വനേഷു ഗച്ഛൻ ആലോക്യ സംഘർഷണമാബഭാഷേ ദേശസ്സ ഏവായമഹേർനിവാസോ
നിവേദിതോ യഃ പുരുഷേണ തേന ശുഷ്കദ്രുമാ ഭൂരിയമുത്ഥിതോഷ്മാ യദൃശ്യതേ ശൂന്യജനപ്രചാര. ഇത്രയും ഉള്ളൂ ഈ 2 ശ്ലോകങ്ങളെ കൊണ്ട് കാളിന്തി അഥവാ കാളിയൻ താമസിക്കുന്ന സ്ഥലം ഭഗവാൻ മനസ്സിലാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വരണത് ഇനി സ്ഥലത്തിൻ്റെ വർണ്ണനമൊന്നുമില്ല, നേരിട്ട് കാളിയനെ വധിക്കാനുള്ള പുറപ്പാട് അതിലേക്ക് കടക്കുകയാണ് ചെയ്യണത്. അത് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. സുന്ദരമായിട്ടുള്ള ഈ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.